പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ നേതാവുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ വധശ്രമം. മതപരമായ ശിക്ഷ നടപ്പാക്കുന്നതിനിടെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു വധശ്രമം. ദൽ ഖൽസ പ്രവർത്തകനായ അക്രമി നരൈൻ സിംഗ് പിടിയിലായി. അതീവ സുരക്ഷയുള്ള അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ വച്ചാണ് ആക്രമണമുണ്ടായത്. അക്രമിയായ നരൈൻ സിംഗ് ചോര 2 തവണ ബാദലിന് നേരെ വെടിയുതിർത്തു. അമൃത്സർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സിഖ് സംഘടനയായ ദൽ ഖൽസയുടെ പ്രവർത്തകനാണ് നരൈൻ സിംഗ് ചോര. അക്രമിയെ ആളുകൾ ഇടപെട്ട് കീഴ്പ്പെടുത്തുകയായിരുന്നു. ആർക്കും പരിക്കുകളില്ല. സിഖുകാരുടെ പരമോന്നത സംഘടനയായ അകാൽ തഖ്താണ് സുഖ്ബീർ സിംഗ് ബാദലിന് ശിക്ഷ വിധിച്ചത്. സുവർണ ക്ഷേത്രം അടക്കമുള്ള ഗുരുദ്വാരയിലെ അടുക്കളയും ശുചിമുറികളും വൃത്തിയാക്കണമെന്നതായിരുന്നു പ്രധാന ശിക്ഷ. 2 ദിവസം കാവൽ നിൽക്കണം, കഴുത്തിൽ പ്ലക്കാർഡ് ധരിക്കണം, കയ്യിൽ കുന്തം കരുതണം. കൂടാതെ 1 മണിക്കൂർ കീർത്തനങ്ങളും ആലപിക്കണമെന്നും അകാൽ തഖ്ത ആവശ്യപ്പെട്ടിരുന്നു. 2007-2017 കാലത്തെ അകാലിദൾ ഭരണത്തിലുണ്ടായിരുന്ന സർക്കാരിന്റെയും പാർട്ടിയുടെയും മതപരമായ തെറ്റുകളെ മുൻനിർത്തിയാണ് ബാദലിനെ ശിക്ഷിച്ചത്. സിഖ് മത നിയമപീഠം തെറ്റുകാരനെന്ന് വിധിച്ചതിനു പിന്നാലെ സുഖ്ബീർ സിംഗ് ബാദൽ ശിരോമണി അകാലിദൾ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ബാദൽ മാപ്പും അപേക്ഷിച്ചിരുന്നു. ബാദലിന്റെ അകാലിദൾ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവർക്കും അകാൽ തഖ്ത ശിക്ഷ പ്രഖ്യാപിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.